ഹലോ കൂട്ടുകാരെ, ഫാമിലി ഫൺ വിത്ത് ദേവൂസ് എന്ന നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൃശ്ചിക 1 മണ്ഡലകാലമല്ലേ. വൃശ്ചിക 1 എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് എൻ്റെ കണ്ണേട്ടൻ്റെ പിറന്നാളാണ്. കണ്ണേട്ടൻ വൃശ്ചിക 1 ജനിച്ചത്. വൃശ്ചിക 1 കൂടി ആയതുകൊണ്ട് അമ്പലത്തിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിലേക്ക് പോണ കുറച്ച് നിമിഷങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞാനും ഏട്ടനും അമ്മാളും രാവിലെ അമ്പലത്തിൽ പോയേട്ടോ. 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നും ഞങ്ങൾ വണ്ടിയിലല്ലേ പോകുന്നത്. ഇന്ന് നമ്മൾ വിചാരിച്ചു നടന്നൊന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന്. നല്ല രസമല്ലേ വയലിൽ കൂടി നടന്നു പോവാൻ. ആ തണുപ്പും മഞ്ഞും അതുപോലെ കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ട് പോയപ്പോൾ നടന്നു വേണ്ട ക്ഷീണമേ അറിഞ്ഞില്ല. ഞങ്ങൾ നടന്ന് അമ്പലത്തിൽ ചെന്നു, തൊഴുതു. തിരക്ക് വളരെ കുറവായിരുന്നു, കാരണം രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവായിരുന്നു. അമ്മാളൊന്ന് ആദ്യം മടിച്ചതാണ്. രാവിലെ എണീക്കണം, കുളിക്കണം, രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എഴുന്നേറ്റു, കുളിച്ചു. നടക്കുന്നത് കേട്ടപ്പോൾ ഒട്ടും വയ്യ. എന്തുവായാലും നല്ല സന്തോഷമായിട്ട് നടന്നു വന്നു. മറ്റേതാണെങ്കിൽ നടക്കുമ്പോൾ കാല് വേദനിക്കുന്നു, കൈ കഴിക്കുന്നു, വെള്ളം വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ വയലിലോട്ട് ഇറങ്ങിയപ്പോൾ ആ മഞ്ഞും തണുപ്പും ഒക്കെ കണ്ട് നടന്നു പോയതിൻ്റെ ക്ഷീണമേ നമ്മൾ അറിഞ്ഞില്ല. അമ്പലത്തിൽ ചെന്നപ്പോൾ ഒത്തിരി സ്വാമിമാർ വന്നു മാലയിടാൻ. മലയ്ക്ക് പോകാനുള്ള സമയമല്ലേ ഇപ്പോൾ. അങ്ങനെ മാലയിടാൻ വന്നു. മാലയിടുന്നതൊക്കെ കണ്ട് നമ്മളവിടെ നിന്നു. അതിനുശേഷം നോക്കിയപ്പോൾ അമ്പലത്തിൽ നിന്ന് കഞ്ഞിസദ്യയുണ്ട്. വൃശ്ചിക 1 അയ്യപ്പന്മാർ മലയ്ക്ക് പോകുന്ന ദിവസമല്ലേ. അതിവിടെ കഞ്ഞിസദ്യ ഉണ്ട് അമ്പലത്തിൽ. അതിൻ്റെ കാഴ്ചകളും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിലൊക്കെ തൊഴുത് വഴിപാടൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ അമ്പലം കാണാൻ പ്രത്യേക ഒരു ഭംഗിയില്ലേ. വയലിനും തോടിനും ഒക്കെ നടുക്കാണ് നമ്മുടെ അമ്പലം. നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയാണിത്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കൊല്ലം ജില്ലയിൽ ചിറക്കരയാണ് താമസിക്കുന്നത്. എൻ്റെ നാട് ചിറക്കരയാണ്. വീടിനടുത്ത് തന്നെ ചെറിയൊരു അമ്പലമുണ്ട്. അവിടെയും കൂടി കയറി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം കണ്ണേട്ടനൊരു സർപ്രൈസ് ഉണ്ട്. എല്ലാ വർഷവും ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ ഈ വർഷവും ഞാനൊരു സർപ്രൈസ് കരുതിയിട്ടുണ്ട്. ആ വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതായിരുന്നു ആ സർപ്രൈസ്. ഒരു കേക്ക് മേടിച്ചു. ഞങ്ങൾ സന്തോഷമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചത് അമ്മാളുമായിരുന്നു. എനിക്ക് സർപ്രൈസ് ആയിപ്പോയത് അമ്മാളുൻ്റെ ഒരു ഗിഫ്റ്റ് കണ്ടപ്പോൾ. ഇന്നത്തെ ബർത്ത്ഡേ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം. ടാറ്റാ. സ്നേഹമുള്ളവരെ, 40ാമത്തെ വയസ്സിലേക്ക് കടക്കുന്ന എനിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഈ സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയ എൻ്റെ സ്വന്തം ഭാര്യയ്ക്കും സ്വന്തം മകൾക്കും വളരെയധികം നന്ദി പ്രകാശിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ഈ കേക്ക് മുറിക്കുന്ന കർമ്മത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർമ്മം ഞാൻ നിർവഹിക്കാൻ പോവുകയാണ്. Happy birthday to you. Happy birthday to you. Happy birthday.
Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine.